Sankalp bridal collection from Kalyan Jewelers. Good evening, ladies and gentlemen. I'm Nisha Matthews. യൂറോപ്പിലെ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമാമാങ്കമായ 9ാമത് ഏഷ്യനെറ്റ് യൂറോപ്പ് ടാലന്റ് കോൺടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. It's our great pleasure to welcome you all to this one and only prestigious show for all Malayalis in Europe. ആദരിച്ചുകൊണ്ട് ഇന്നൊരു സ്വാഗത നൃത്തത്തിലൂടെ നമുക്ക് ഈ മനോഹരമായ സായാഹ്നത്തിന് തുടക്കം കുറിക്കാം. So sit back and relax and enjoy this festival of the arts with us.
ആസ്വദിച്ചു കാണുമല്ലോ ഈ പ്രോഗ്രാമിന് ഒരു ഉത്സവ തിമിർപ്പോടുകൂടി തുടക്കം കുറിച്ച ആ പെർഫോമൻസ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഓരോ വർഷം കഴിയും തോറും ഈ പ്രോഗ്രാമിന്റെ പോപ്പുലാരിറ്റിയും കോമ്പറ്റിറ്റീവ് സ്പിരിറ്റും എല്ലാം വർദ്ധിച്ചു വരികയാണ്. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരാൾ വേണ്ടേ? So on that note, I would like to welcome on stage the man himself. Ladies and gentlemen, put your hands together for Asianet Europe's director, Mr. S. Srikumar. നമസ്കാരം. ഏഷ്യനെറ്റ് യൂറോപ്പ് അവതരിപ്പിക്കുന്ന 9ാമത് ടാലന്റ് കോൺടെസ്റ്റിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഓരോ വർഷവും ഈ സ്റ്റേജിൽ നിന്ന് സന്തോഷത്തോടുകൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ പോയ 8 വർഷവും എൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോകുകയാണ്. ഈ പരിപാടി ഇത്രയും വിജയകരം ആകുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ UK-യിലെ അഥവാ യൂറോപ്പിലെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത്. ഏഷ്യനെറ്റ് യൂറോപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. 2002 ഓഗസ്റ്റ് 17 യൂറോപ്പിലെ മലയാളികൾ എന്നും സ്വപ്നം കണ്ടിരുന്ന യൂറോപ്പിലൊരു മലയാളം ചാനൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. അതിനുശേഷം എത്രയോ ചാനലുകൾ വന്നുപോയി. പക്ഷേ ഏഷ്യനെറ്റ് എന്നും നിങ്ങളോടൊപ്പം ദിവസവും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ ഈ കലാമാമാങ്കത്തിന് ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളെ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത കുട്ടികളാണ്. അവരെ ജഡ്ജ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ജഡ്ജിമാരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്നത്തെ വിശിഷ്ട അതിഥി നമുക്കെല്ലാം ഒരു ജോലി ചെയ്യാൻ തന്നെ സമയം തികയുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അദ്ദേഹം ഗായകനാണ്, സംഗീത സംവിധായകനാണ്, ഐഡിയ സ്റ്റാർ സിംഗറിലെ പെർമനന്റ് ജഡ്ജാണ്, സരിഗമ എന്ന പ്രോഗ്രാം ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി എത്രയെത്ര ജോലികൾ. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ശ്രീ MG ശ്രീകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും. യൂറോപ്പ് മലയാളികളുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്കും സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഒരു ശബ്ദമാധുര്യത്തോടു കൂടി കടന്നു വന്ന് ഏവരുടെയും മനം കവർന്ന പ്രിയങ്കരനായ ഗായകൻ ശ്രീ MG ശ്രീകുമാർ ആണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. And not only a singer, but he's also proved he's a talented in music direction and has recently won Asianet's Best Music Director Award. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് സംഗീത സാന്ദ്രമായിരിക്കുകയാണ് ഈ സായാഹ്നം. So it's our pleasure to welcome Mr. MG Srikumar and Mrs. Lekha Srikumar onto the stage to inaugurate this talent contest. Ladies and gentlemen, please give them a huge round of applause. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കേരളത്തിൽ മിക്കവാറും ദിവസം പല രീതിയിൽ ഉള്ള എൻഗേജ്മെന്റ്സ് ആണ്. ഇങ്ങനൊരു ഗസ്റ്റായിട്ട് വരിക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, വലിയ ഭാരിച്ച വർക്കൊന്നും ചെയ്യണ്ടല്ലോ, വളരെ ഒരു വെക്കേഷൻ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും UK എന്നും എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. കാരണം എനിക്ക് ഇവിടുത്തെ വെതറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. പ്രത്യേകിച്ച് വെതറും അതുപോലെ തന്നെ കലയെ സ്നേഹിക്കുന്ന ഇവിടെ
വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരും, യഥാർത്ഥമായിട്ട് പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും UK വന്നിട്ടൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ സ്വീകരണം മാത്രമല്ല, നിങ്ങളുടെ ബഹളവും കയ്യടിയും ആർപ്പുവിളിയും ഇതെല്ലാം തന്നെ ഒരു ഹരമാണ്. അത് പാടുന്ന വ്യക്തികൾക്കേ മനസ്സിലാവത്തുള്ളൂ. എന്തായാലും എന്നെ ഇവിടെ ക്ഷണിച്ച ശ്രീകുമാറിനും ജീത്തിക്കും അവരുടെ കുടുംബത്തിനും, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ടാലന്റ് കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാം നല്ലത് വരട്ടെ, നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും വന്നത് ഒരു വഴിയാണ്. കാരണം എനിക്കിപ്പം പെട്ടെന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത്, നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ച പോലെ കുറെ കുട്ടികൾ വളരെ വളരെ ടെൻഷനായിട്ട് പുറകിലിരിക്കുകയാണ്. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി കാണാൻ വേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഘട്ടം കടന്നിട്ടാണ് ഞാനും വന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടിയ ആ ദിവസം ഞാൻ ഓർത്തു പോവാണ്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1986 ലാസ്റ്റിൽ ഞാൻ എൻ്റെ കുറച്ച് പൈസ ഇട്ട് വാങ്ങിച്ച ഒരു ലാംബർട്ട സ്കൂട്ടറിൽ ഞാനും നിർമ്മാതാവ് സുരേഷ് കുമാറും ചേർന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളുടെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ രവീന്ദ്രൻ്റെ ഒരു പാട്ട്, വെള്ളിക്കൊലുസോടെ കളിയാടും അഴകി നിൻഗാനങ്ങളിൽ ഞാനാണാദിതാളം, രാഗലോലി എന്നാരാധികേ നീ ദിവ്യരോമാഞ്ചരഞ്ജിനി, വെള്ളിക്കൊലുസോടെ കളിയാടും അഴകി നിൻഗാനങ്ങളിൽ ഞാനാണാദിതാളം. ഈ പാട്ട് പാടിയത് ഏകദേശം 103 ഡിഗ്രി പനിയോടുകൂടിയാണ്. കാരണം സിനിമയിൽ പാടുന്നു, അതിൻ്റെ ഒരു ആഹ്ലാദവും അതിൻ്റെ ഒരു ഭീതി. അതിനുശേഷം എനിക്ക് രവീന്ദ്രൻ മാസ്റ്റർ വെളിയിൽ വന്നപ്പോൾ, മോനെ നീ നന്നായിട്ട് പാടി എന്ന് പറഞ്ഞ് ഒരു വെള്ളി രൂപ എനിക്ക് തന്നു. അതാണ് ഒരു പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ പ്രയാണത്തിൽ ഉള്ളത്. ഇന്ന് ഞാനൊരു സംഗീത സംവിധായകൻ്റെ മേലും കേണിഞ്ഞ വേറൊന്നുമല്ല, എൻ്റെ ഒരു പാഷനാണ്. കാരണം സംഗീത സംവിധാനം നിർവഹിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊരു ജന്മം കൊടുക്കുകയാണ് ഒരു പാട്ടിന്. മറ്റേത് ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ നൊമ്പരം, ഓ, ഇത് വെറുതെ പാടിയിട്ട് പോവാം. പക്ഷേ ഞാൻ ഈയിടെ ചെയ്ത പാട്ടിപ്പം എനിക്കൊരു അവാർഡ് ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ പല സംഘടനകളുടെയും 3-4 അവാർഡ് കിട്ടി. അത് ശരിക്കും മുരുകൻ കാട്ടാക്കട എഴുതി ഞാൻ ശ്രീ മോഹൻലാലിൻ്റെ പടത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തി. ശ്രീനിവാസിൻ്റെ ഒരു നാൾ വരും, മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ വിരിയുന്നെൻ ബാല്യം. ഇത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എൻ്റെ സൃഷ്ടിയാണല്ലോ എന്ന് തോന്നുന്നൊരു സുഖം. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പം ഞാൻ 3-4 പടങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ചെയ്തത് 6-7 വർഷത്തിന് ശേഷം പ്രിയദർശൻ മോഹൻലാൽ ഒന്നിക്കുന്ന അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന ഒരു ത്രൂ ഔട്ട് കോമഡി ചിത്രത്തിലാണ്. അതിനകത്തെ ഒരു വരി വളരെ കോമിക്കലായിട്ടുള്ളൊരു സോങ് ഉണ്ട്, ഒരു അറബിക് സോങ് ആണ്. അത് തീർച്ചയായിട്ടും അടുത്ത മാസം റിലീസാണ്. നിങ്ങൾ കേൾക്കും, ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഇത്രയും നീട്ടി സംസാരിച്ചത് എനിക്ക് 1-2 പാട്ട് പാടണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പം പാടുന്നത് അത് ഉചിതം അല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ ഈ പ്രോഗ്രാമെല്ലാം കണ്ട് ഇതിന് ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നവർക്ക് വേണ്ടി എൻ്റെ വകയായിട്ട്, അതായത് എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് പൗണ്ട്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും 1-2 പാട്ട് ഞാൻ അവർക്ക് വേണ്ടി പാടാം എന്ന്
സസന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദൈവം നല്ലത് തരട്ടെ. ഫെബ്രുവരി 26-ാം തീയതി നടന്ന ഓഡീഷനിൽ ഓരോ കാറ്റഗറിയിലും 40ഓളം പേർ വീതമുണ്ടായിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുത്തവരാണ് ഇന്നിവിടെ പെർഫോം ചെയ്യുന്നത്. ആദ്യമായി ജൂനിയർ സെക്ഷനിലെ സിംഗിംഗ് കോമ്പറ്റീഷനിലൂടെ മത്സരങ്ങളിലേക്ക് കടക്കാം. ഈ കോമ്പറ്റീഷൻ വിലയിരുത്തുന്നത് എ പാനൽ ഓഫ് 3 ജഡ്ജസ് ആയിരിക്കും. അവരുടെ തീരുമാനം അന്തിമമാണെന്നുള്ളത് ഞാൻ ഏവരെയും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. So, for the singing competition, let's introduce our lovely judges. Please welcome our first judge, Sindhu Mohan. Please welcome our second judge, everyone, Anilakad Jayakrishnan. Our third judge is Lakshmi Warrior. Now everyone, I would like to welcome our first contestant, Albins Luca Abraham. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളി ദേവദാസിയെ മറക്കൂ മറക്കൂ. ആയിരമായിരമന്തപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ നിങ്ങളൊരിക്കൽ ചൂടിയെരിഞ്ഞൊരു നിശാഗന്ധിയാണു ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളി ദേവദാസിയെ മറക്കൂ മറക്കൂ. Second contestant, Jem Pips. ആടിക്കാറിൻ മഞ്ചൽ മാഞ്ഞു മെല്ലെ മേലെ പാടിത്തീരും മുൻപേ മായും രാഗം പോലെ ചിങ്ങം തന്നു കേളിക്കുഞ്ചലിൻ പൊന്നും തേനും ഓരോ നൊമ്പരം തീരെ നീട്ടി നിൽക്കും പോലെ പൂത്തു ചെമ്പകം ആടിക്കാറിൻ മഞ്ചൽ മാഞ്ഞു മെല്ലെ മേലെ പാടിത്തീരും മുൻപേ മായും രാഗം പോലെ.
contestant is Shreya Sunil. നാദാനീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീതിയിൽ ഇൻമിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാദാനീവരും കാലൊച്ച കേൾക്കുവാൻ നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു. നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു. കാണുന്ന നേരത്തു മിണ്ടാത്ത മോഹങ്ങൾ ചാമരം വീശി നിൽപ്പൂ. നാഥാ നീവരും കാലൊച്ച കേൾക്കുവാൻ. Next contestant, Kiran Elias. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായ